नमस्ते मेरे प्यारे बच्चों। आज के दिन आप सबके लिए ആനന്ദമയ ഹോ. എൻ്റെ എല്ലാ മക്കൾക്കും സഹാര ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th സ്റ്റാൻഡേർഡിലെത്തിയ എൻ്റെ മക്കൾക്കായിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. ടീച്ചറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ആദ്യമായി എത്തിയിട്ടുള്ള മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ ചെയ്യുമ്പോഴേക്കും ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തേക്കൊന്ന് പോയാലോ. എല്ലാവരും ഹിന്ദി ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരും ഹിന്ദി ടെക്സ്റ്റ് എടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഷാർപ്പൻ ചെയ്ത പെൻസിൽ കൂടി വേണം കേട്ടോ. അതെന്തിനാണ്? നിങ്ങൾക്ക് വേർഡ് മീനിങ് ഡിഫിക്കൽട്ടായിട്ടുള്ള പല വേർഡ്സുകളും അതിനകത്തെത്തും അല്ലേ? ആ വേർഡുകളുടെ മീനിങ് ഒക്കെ അപ്പോൾ തന്നെ കൂടെ എഴുതി പോകണം. ടീച്ചർ പറയുന്ന ടൈമിൽ, എക്സ്പ്ലനേഷൻ തരുന്ന ടൈമിൽ നിങ്ങൾ മീനിങ് കറക്റ്റ് എഴുതിക്കൊള്ളണം. ഓരോ ലെസൺ കഴിഞ്ഞിട്ടും ടീച്ചർ മീനിങ് ഒക്കെ തരും. എന്നിരുന്നാലും നിങ്ങൾ വായിക്കുന്ന ടൈമിൽ നിങ്ങൾ ആ മീനിങ് മനസ്സിലാക്കി തന്നെ വായിക്കേണ്ടതാണ്. അതോടൊപ്പം ടീച്ചർ വായിക്കുമ്പോൾ പെൻസിൽ വെച്ച് നിങ്ങളും എന്ത് ചെയ്യണം? ഓരോ വേർഡ് ടച്ച് ചെയ്ത് വേണം ടീച്ചർ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഇക്കായി 1 നോക്കൂ. നിങ്ങൾക്കവിടെ 2 കുട്ടികളെ കാണാം അല്ലേ? നിങ്ങളെപ്പോലെ തന്നെയാണ് കേട്ടോ. അവരും 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. നോക്കൂ, അവിടെ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? പ്യാർ ബാരിഷ് കി പഹലി ബൂന്തോ മേം ഹേ. അടുത്ത ലൈൻ നോക്കൂ. പ്യാർ ഫൂലോം കി ഖുശ്ബൂ മേം ഹേ. തേർഡ് ലൈൻ നോക്കൂ മക്കളെ. പ്യാർ ढलते सूरज की किरणों में है. फोर्थ लाइनो प्यार हर नए दिन की उम्मीद में है. നിങ്ങൾക്ക് നന്നായിട്ട് ഇത് വായിക്കാൻ, ടീച്ചർ വായിക്കുമ്പോഴായാലും നിങ്ങൾ കാണുമ്പോഴായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ടച്ച് ചെയ്തു ആ പ്യാർ എന്നുള്ള വേർഡ് അല്ലേ? സ്നേഹം എന്ന മീനിങ് വരുന്ന പ്യാർ എന്ന വേർഡ്, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ യൂണിറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതായത് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കുക. സ്നേഹമാണ് നമ്മുടെ കുമാരനാശൻ പറഞ്ഞിട്ടുള്ളതുപോലെ സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ അല്ലേ? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. അതായത് സ്നേഹമാണ് എല്ലാത്തിനും നിദാനം. ഒരു കുടുംബം, നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം നിങ്ങളുടെ വീട് ഒരു ഫാമിലി അല്ലേ? ഒരു കുടുംബം, ഒരു കുടുംബത്തിൽ എന്ത് വേണം? സ്നേഹം വേണം അല്ലേ? സ്നേഹമുണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവുകയുള്ളൂ. അതുപോലെ എന്ത് കാര്യം നാം ചെയ്യുന്നെങ്കിലും നമുക്ക് എന്ത് വേണം? വീട്ടിൽ നിന്ന് സ്നേഹം വേണമെങ്കിലേ അതിന് ഫുൾ നമുക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളൂ. അച്ഛന് അമ്മയോട് സ്നേഹം വേണം, അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹം വേണം, അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് സ്നേഹം വേണം, കുട്ടികൾക്ക് തിരിച്ച് അച്ഛനോടും അമ്മയോടും സ്നേഹം വേണം. അതുപോലെ വീട്ടിൽ അമ്മുമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്ത് വേണം? സ്നേഹമാണ്. അപ്പം ഏത് രീതിയിൽ നോക്കിയാലും കുടുംബത്തിൽ എപ്പോഴും സ്നേഹം നിറഞ്ഞു നിൽക്കണം. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വില അതാണ് നാം ഇവിടെ ശരിക്കും മനസ്സിലാക്കുന്നത്. പ്യാർ ബാരിഷ് കി പഹലി ബൂന്തോ മേം ഹേ. പ്യാർ സ്നേഹം, ബാരിഷ് മഴയുടെ, പഹലി ആദ്യത്തെ, ബൂന്തോം തുള്ളികൾ വരെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തുള്ളി പെയ്താൽ പോലും അതിലും എന്തുണ്ട്? സ്നേഹമുണ്ട്. അപ്പോൾ ശരിക്കും സ്നേഹം എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് ഇല്ലേ? അടുത്ത ലൈൻ നോക്കൂ മക്കളെ. പ്യാർ ഫൂലോം കി ഖുശ്ബൂ മേം ഹേ. സ്നേഹം പൂക്കളുടെ മണത്തിലുമുണ്ട്. അപ്പോൾ പൂവിൻ്റെ മണം, പൂവിൽ നിന്ന് പൂവ് എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും പൂ വിരിയുന്നു. പൂ വിരിയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ മണമെല്ലാം മറ്റുള്ളവർക്കായി അത് പരത്തുന്നു. അപ്പോൾ ആ മണത്തിലൂടെ എന്താണ്? സ്നേഹമാണ് നിങ്ങളിലേക്ക് എത്തുന്ന, പ്യാറാണ്. മൂന്നാമത്തെ ലൈൻ നോക്കൂ.
പ്യാർ ടൽത്തെ സൂരജ് കി കിരണോ മേ ഹേ. അപ്പൊ ഉദിച്ചു നിൽക്കുന്ന നമ്മുടെ സൂര്യന്റെ കിരൺ, സൂര്യന്റെ രശ്മികളിലും എന്തുണ്ട്? സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് നമ്മിലേക്ക് വെയിലായി എത്തുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും എന്തുണ്ട് മക്കളെ? സ്നേഹമുണ്ട്. ആ ലാസ്റ്റ് ലൈൻ നോക്കൂ. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേം ഹേ. പ്യാർ, സ്നേഹം എന്ന് പറയുന്നത് ഓരോ പുതിയ ദിവസത്തിന്, നയേ പുതിയ ദിവസത്തിൻ്റെയും ഉമീദ് മേം ഹേ. ഉമീദ് എന്താ മക്കളെ? പ്രതീക്ഷ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളാണ്. അപ്പോൾ ആ പ്രതീക്ഷകളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് നാളെയും ജീവിക്കാനുള്ള പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നോക്കൂ മക്കളെ, അപ്പൊ സ്നേഹമാണ് എല്ലാത്തിനും നിദാനം, അല്ലേ? നാം ഏത് കാര്യം, ഇപ്പൊ അച്ഛൻ തന്നെ ഒരു കാര്യത്തിന് ഇറങ്ങി, അച്ഛൻ വിജയിക്കുന്നത് എപ്പോഴാണ്? അവിടെ എന്തുകൊണ്ടാണ് അച്ഛൻ വിജയിക്കുന്നത്? അവിടെ സ്നേഹത്തോടുകൂടിയുള്ള സപ്പോർട്ടുണ്ട്, അമ്മയുടെയും മക്കളുടെയും ഒക്കെ ഉണ്ട്, ഇല്ലേ? അപ്പൊ അതുപോലെ അമ്മയ്ക്ക് ഏത് കാര്യത്തിന് എന്തുണ്ട്? അച്ഛൻ്റെ സപ്പോർട്ടുണ്ട്, മക്കളുടെ സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പഠനത്തിൽ മികവ് കണ്ടെത്തുന്നു, അല്ലേ? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം മികവുറ്റതായിട്ട് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ്? അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അതും എന്താണ്? സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എന്താണ് ഈ പാഠത്തിൽ തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ആ കുഞ്ഞുങ്ങൾ അവിടെ 2 കുട്ടികളുടെയും കയ്യിലൊരു എന്തോ ഉണ്ട് കേട്ടോ, ഒരു ചുവപ്പ് കളറിൽ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇനി നാം പഠിക്കാൻ പോകുന്ന പാഠം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കഥ, ബീർ ബഹൂട്ടി എന്ന കഥ എഴുതിയ കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. കഥാകൃത്തിന്റെ പേര് പ്രഭാത് എന്നാണ്. എന്താണ്? प्रभात। युवा कवि प्रभात का जन्म राजस्थान के करौली में 1972 को हुआ. അപ്പോൾ യുവകവിയായ പ്രഭാതിൻ്റെ ജനനം, യുവകവിയാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലെ കരൗലിയിലാണ് ജനിച്ചത് 1972 आप कवि होने के साथ साथ कहानीकार भी है. അദ്ദേഹം കവി മാത്രമല്ല, കവിയാകുന്നതോടൊപ്പം അദ്ദേഹം കഥാകൃത്ത് കൂടിയാണ്. കാശിബായി पानी की गाड़ियों में चूमता रहा जाता रहा ആദി ആപ്കി പ്രമുഖ രചനായേ ഹെ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഏതൊക്കെ? കാശിബായി, പാനി കി ഗാഡിയോ മേ, പിന്നെയോ ചൂസ്താ രഹ ജാത്താ രഹ. ഓക്കെ, ചൂസ്താ രഹ ജാത്താ രഹ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അപ്പോൾ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കവിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോയും കണ്ട് കവി പ്രഭാതാണെന്ന് മനസ്സിലായി. അദ്ദേഹം കവിയുമാണ്, കഥാകൃത്തുമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഒരു ഹിന്ദി സാഹിത്യത്തിൽ മികവുറ്റ ഒരു കഥാകൃത്താണ്, അല്ലേ? ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ബീർ ബഹൂട്ടി എന്നാണ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു പേര് തന്നെയാണ്, അല്ലേ? പ്രഭാതിൻ്റെ കഥയാണ്. അതുപോലെ കഥയുടെ പേര് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് കേൾക്കുമ്പോൾ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അത് ഒരു തരം പ്രാണികളാണ്. നിങ്ങൾ കണ്ടല്ലോ അവിടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ചുവന്ന കളറിൽ എന്തോ ഇരുന്നത്. ശരിക്കും അത് തന്നെയാണ് ചുവന്ന കളറിലെ പ്രാണി. ഒരു മഴയത്ത് നാം പുറത്ത് ഇറങ്ങിയാൽ കാണാൻ സാധിക്കുന്ന, വയലുകളിലൊക്കെയാണ് കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രാണിയാണ്. അതിനെ മലയാളത്തിൽ ഇന്ദ്രകോപം എന്ന് പറയും. എന്തു പറയും? ഇന്ദ്രകോപം. അപ്പോൾ ആ പ്രാണികളെ കുറിച്ചുള്ള, പ്രാണിയുടെ പേര് വരുന്ന ടൈറ്റിൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. കഥയിലേക്ക് പോകുമ്പോഴേക്കും നേരത്തെ പറയാതെ കഥയിലൂടെ കുറേ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും കയ്യിൽ പെൻസിൽ വേണം, പറയുന്ന വാക്കുകൾ ടച്ച് ചെയ്ത് പോകണം. ഓക്കെ മക്കളെ? बादल बहुत बरस लिए थे. बादल बहुत बरस लिए थे. ബാദൽ മാനെ മേഘം, ബഹുത് ബരസ് ലിയേ ഥേ, ധാരാളം
പെയ്തിട്ടുണ്ടായിരുന്നു. ബരസ് ലിയേ ഥേ, പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കണം, താ തേ തീ എന്നാണ് വന്നിരിക്കുന്നത്. അതെല്ലാം പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ, ഭൂതകാലിലാണ്, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മഴ ധാരാളം പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി, മഴ പെയ്ത് ഇപ്പോൾ തോർന്നിരിക്കുകയാണ്. അപ്പോൾ വരികളിലൂടെ നാം എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, സാഹചര്യം എന്ന് നാം തന്നെ മനസ്സിലാക്കിയെടുക്കണം. ആ കഥയുടെ ആദ്യത്തെ വരിയിൽ കേൾക്കും വരി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു മഴ പെയ്ത് തോർന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു സമയത്തെ അവസ്ഥ തന്നെയാണ്. ഫിർഫി ബഹുത് സാരാ പാനി ഉന്മേം ബചാ ഹുവാ ഥാ. ഫിർഫി എന്നിട്ടും, ബഹുത് സാര ധാരാളം, പാനി വെള്ളം എന്ത് ചെയ്തു, ഉന്മേം ബചാ ഹുവാ ഥാ. ഉന്മേം കിന്മേം എന്തിൽ അവശേഷിച്ചിരുന്നു, എന്തിലാണ് ബാക്കി നിന്നിരുന്നത്? ഇപ്പൊ ആദ്യം പറഞ്ഞ സെന്റൻസ് എന്തായിരുന്നു മക്കളെ? ബാദൽ ബഹുത്ത് ബരസ് ലിയേ ഥേ അല്ലെ, മേഘം എന്ത് ചെയ്തിരുന്നു, ധാരാളം പെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നോക്കൂ, ആ മേഘം ധാരാളം പെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത സെന്റൻസ് ആണ് ഫിർഫി ബഹുത് സാരാ പാനി ഉന്മേ ബചാ ഹുവാ ഥാ. എന്നിട്ടും അതിൽ എന്താണ്, ധാരാളം വെള്ളം എന്തുണ്ട്, ബാക്കി നിൽപ്പുണ്ടായിരുന്നു, അവശേഷിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ടും അതിൽ എന്ന് പറയുന്ന ആരെയാണ്? മേഘത്തിൽ. അതായത് മേഘത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ മേഘത്തിൽ ഇനിയും വെള്ളം ധാരാളം എന്തുണ്ട്, അവശേഷിച്ചിരിപ്പുണ്ട്. അപ്പൊ അതിനർത്ഥം ആ രണ്ടാമത്തെ സെന്റൻസിൽ നിന്നുള്ള അർത്ഥം മനസ്സിലാക്കേണ്ട എന്താണ്? മഴ പെയ്ത് തോർന്നിരിക്കുകയാണ് എങ്കിൽ പോലും ഇനി വീണ്ടും ഒരു മഴയ്ക്കുള്ള സാധ്യത എവിടെ കാണുന്നുണ്ട്? ആകാശത്ത് കാണുന്നുണ്ട്. അപ്പൊ വീണ്ടും മേഘത്തിൽ മഴ തങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വീണ്ടും പുറത്ത് ആകാശം മേഘാവൃതമാണ്. അപ്പോഴും കാലി ബാദൽ അവിടെയുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഒരു മഴ പെയ്ത് തോർന്നിരിക്കുന്നു, രണ്ടാമത് അടുത്ത മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നു. പിന്നെയോ മക്കളെ നോക്കൂ, വേ ഖേത്തോ ജംഗലോം കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. വേ എന്ന് പറയുന്നത് ആ മേഘങ്ങൾ, കറുത്ത മേഘങ്ങൾ. ആ മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? ഖേത്ത് വയൽ, ഖേത്തോം വയലുകളുടെയും, ജംഗലോം കെ വയലുകൾ, ജംഗൽ വനങ്ങൾ, ഇവയുടെയൊക്കെ ഊപ്പർ മുകളിൽ, ഛായേ ഹുയേ ഥേ. ഛായേ മനെ മുകളിൽ ഇങ്ങനെ ഷാഡോ പോലെ നിൽക്കുന്നു. അതായത് വീണ്ടും കാർമേഘം അങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്. അതിനർത്ഥം എന്താണ്? വീണ്ടും മഴ പെയ്യാൻ സാധ്യതയോടുകൂടി ഉള്ള അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇനി നോക്കൂ, സാരാ ആകാശ് മേഘോം സേ പരാഥ. സാരാ ആകാശ് മാനെ ആകാശം ഫുള്ളും, സാരാ മാനെ ഫുള്ള്, ആകാശം നിറച്ചും, മേഘോം സേ പരാഥ മേഘങ്ങളാൽ, പരാഥ നിറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മുടെ കഹാനിക്കാർ പ്രഭാത് പറയാതെ നാം തന്നെ ഊഹിച്ചു അല്ലെ, 2 ലൈനിൽ നിന്ന് ഊഹിച്ചു. ഇപ്പോൾ എന്താണ് അവസ്ഥ? മൊത്തം മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അടുത്ത മഴ ഉടനെ പെയ്യാൻ സാധ്യതയുണ്ട്. മേഘോം കി ഛായാവോമേ, മേഘങ്ങളുടെ ആ ഷാഡോയിൽ, ആ നിഴലിൽ, ഗീലി ഹവായേം ഇതർ ഉദർ ഘൂം രഹി ഥി. അപ്പൊ മേഘങ്ങളുടെ ആ ഒരു തണലിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഗീലി ഹവായ, ഗീലി മനെ വെറ്റ്, നനഞ്ഞ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ഇതർ ഉദർ, ഇവിടെയും അവിടെയും, ഘൂം രഹി ഥി കറങ്ങിക്കൊണ്ടേയിരുന്നു, ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മുടെ അവിടെ മഴ പെയ്തില്ല എങ്കിൽ പോലും ഇടയ്ക്ക് തണുത്ത കാറ്റ് വീശപ്പോൾ നിങ്ങളോട് അച്ഛനും അമ്മയും പറയാറുണ്ട്, എന്താണ്? അയ്യോ ഇവിടെ മഴ, പക്ഷെ എവിടെയോ മഴ പെയ്തു എന്നല്ലേ. അപ്പൊ ശരിക്കും ആ പറയുന്ന കറക്റ്റാണ് കേട്ടോ. അപ്പൊ അതായത് മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിട്ട് ഒരു തണുത്ത കാറ്റ് അങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. അതിനർത്ഥം മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു തണുത്ത കാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ, പേടോം കെ തനെ അഭി ഭി ഗീലേ ഥേ. പേടോം കെ തനെ, മരങ്ങളുടെ തായ്തടി, അതായത് മരങ്ങളുടെ സ്റ്റെമ്മ്, ഒരു മധ്യത്തായിട്ട്, ശിഖരങ്ങളല്ല, ആ സ്റ്റെമ്മായിട്ടുള്ള ഭാഗം, അതെന്താണ്? ഒരു ഭാഗം മുഴുവൻ എന്താണ്? അഭീഭി ഇപ്പോഴും, ഗീലേഥ, ഗീല ഇപ്പം നമുക്ക് ഗീലയുടെ മീനിങ് അറിയാം അല്ലേ. ഗീല എന്ന് പറഞ്ഞ നനഞ്ഞിരുന്നു
അല്ലേ? അപ്പൊ മരങ്ങളുടെ നല്ല കനത്ത തടിയാണെങ്കിൽ പോലും ആ സെമ്മു എന്ത് ചെയ്യുന്നു? നല്ലതുപോലെ നനഞ്ഞിരുന്നു. അപ്പൊ മഴ തോർന്നു കഴിഞ്ഞിട്ട് വെള്ളം പോലും നല്ലതുപോലെ ഊർന്നു പോയിട്ടില്ലാത്ത അവസ്ഥയാണ്, അല്ലേ? मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോബെ. മൂങ്ഫലി അതായത് നിലക്കടല, കടല ഇങ്ങനെ വയലിൽ എന്താണ് നട്ടിട്ടുണ്ട്. ആ വയലിൽ നട്ട് അതങ്ങനെ പൊടിച്ചു നിൽക്കുമ്പോൾ ആ വയൽ എന്താണ്? ഹരാ കളറാണ്, പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോമേ, മൂങ്ഫലി പൊടിച്ചു നിൽക്കുന്ന ആ പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ എന്താണ്? പീലേ ഫൂൽ, പീലേ മാനെ യെല്ലോ കളർ. അപ്പൊ ആ മൂങ്ഫലിയിൽ നല്ല മഞ്ഞ കളറിലെ പൂക്കൾ നിൽപ്പുണ്ട്. അത് അഭിഫി ഗീലേഥെ, അത് ഇപ്പോഴും എന്താണ്? ഗീലേഥെ, നനഞ്ഞിരുന്നു. അപ്പൊ ആ പൂക്കൾ പോലും ഇപ്പോഴും നനഞ്ഞിരിക്കുന്നു. കാരണം മഴ പെയ്ത് തോർന്നു അധിക സമയമായിട്ടില്ല. അപ്പൊ എല്ലാത്തിലും വെള്ളം ഇങ്ങനെ പറ്റി നിൽക്കുന്നു എന്നർത്ഥം. അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്റ ഉഗാ ഥാ. ഖേത്തോമേം, വീണ്ടും വയലുകളിലെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വയലുകളുള്ള ഒരു സ്ഥലത്തെ കഥയാണിത്. അതുകൊണ്ടാണ് ആ വയലുകളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഖേത്തോമേ, വയലുകളിൽ ചോട്ടാ ചോട്ട, ചെറിയ ചെറിയ ബാജ്ര മാനെ ചോളത്തൈകൾ, നോർത്ത് ഇന്ത്യയിലെ കാര്യമാണിത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വരുന്നത്. അപ്പൊ ബാജ്ര, ചോളങ്ങൾ എന്താണ്? ഉഗിന മുളയ്ക്കുക, പൊടിച്ചു നിന്നിരുന്നു. അപ്പോൾ ഖേത്തോമെ, വയലുകളിൽ ചെറിയ ചെറിയ ചോളത്തൈകൾ പൊടിച്ചു നിന്നിരുന്നു. ബാജിരേക്കെ ലെമ്പേ പത്തലെ പാത്തോമേ പാനിക്ക് ബൂന്തേം അടുക്കി ഹുയി. ബാജിരേക്കെ, ചോളത്തൈകളുണ്ട്. ചോളത്തൈകളില് നല്ല നീളമുള്ള പാത്തോം, ഇലകളാണ്. ആ ഇലകളിലൊക്കെ എന്താണ്? പാനീക്കി ബൂന്തോം, വെള്ളത്തിന്റെ തുള്ളികൾ അടുക്കി ഹുയീത്തി, അടുക്കിന തങ്ങി നിന്നിരുന്നു. അപ്പോൾ ഈ ചോളത്തൈകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട് ചോളത്തിന്റെ കരിമ്പിന്റെ അതുപോലത്തെ നീളമുള്ള ഇലകളാണ്. ആ ഇലകളിലെല്ലാം വെള്ളം അങ്ങനെ എന്ത് ചെയ്യുന്നു? നിറഞ്ഞ് ഇരുന്നിരുന്നു. അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ. ബാരിഷ് കി ഹവാമേ गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवा में, മഴയുടെ കാറ്റുകളിൽ, ഗീലേ ഖേത്തോം, നനഞ്ഞ വയലുകൾ, അതോടൊപ്പം ബാരിഷ് കി ഹരിയാലി, മഴയുടെ പച്ചപ്പും എന്താണ്? കി ഗന്ധ് ഖുലി ഹുയി ഥി. അപ്പൊ നിങ്ങൾക്കറിയാം, മഴ പെയ്തു കഴിയുമ്പോൾ വയലുകളിലും പിന്നെ പച്ചപ്പ് നിറഞ്ഞ ഇലകളിൽ മഴ വീണാലും അതുപോലെ മണ്ണിൽ മഴ വീണാലും അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, ഒരു പ്രത്യേക മണമാണ്. ഈ മണം എന്ത് ചെയ്തിരുന്നു? കുലി ഹുയീത്തി, അവിടെ നിറഞ്ഞു നിന്നിരുന്നു. വയലുകളിലും ആ ഹരിയാലി, പച്ചപ്പ് നിറഞ്ഞ എല്ലാ സ്ഥലത്തും ആ മണ്ണിൽ വെള്ളമിറങ്ങുന്ന ആ ഒരു മണം, അത് എന്താണ്? കാറ്റിൽ, മഴക്കാറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. മണ്ണിന്റെ ഗന്ധമുണ്ടാവും, അല്ലേ? അപ്പൊ നോക്കൂ, ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ ടീച്ചർ വായിക്കാൻ. ടീച്ചർ ശ്രദ്ധിച്ചോളൂ. ബാദൽ ബഹുത് ബരസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अड़की हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ മക്കളെ. ഉനെ ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ താ. ആദ്യത്തെ പാരഗ്രാഫ് കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നൂല കേട്ടോ, പക്ഷെ നല്ല കഥയാണ്. ഈ താഴോട്ട് വരുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ താ. ഉനേം, അവർക്ക്,
ബീർ ബഹൂട്ടിയെ എന്താണ് മിൽസെ ബീർ ബഹൂട്ടികളെ മിൽനാ ഹോത്താത്ത കാണണമായിരുന്നു. അപ്പൊ അവർക്ക് എന്താണ് ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. അവർക്ക് എന്നാണ് പറഞ്ഞത്, ആർക്ക് എന്ന് പറഞ്ഞില്ല. അപ്പൊ ആർക്കാണെന്ന് ഒരു ആകാംക്ഷ ഇട്ടിരിക്കുകയാണ് നമ്മുടെ കഹാനികാരായ പ്രഭാത് അല്ലെ. അപ്പൊ നമുക്ക് ഇനി ആർക്കാണെന്ന് വരും സമയങ്ങളിൽ അത് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹലെ നിക്കാൽ ആത്തേ ഥേ. അപ്പൊ നോക്കൂ മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും കൂട്ടു ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും അല്ലെ. അതേപോലെ തന്നെ ഈ കുട്ടികളും ചെയ്തിരുന്നത് ബീർ ബഹൂട്ടികളെ കാണണം എന്നുള്ളത് കൊണ്ട്, ഈ ചെറിയ പ്രാണികളെ കാണണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു, സ്കൂൾ കേലിയെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഖർസെ വീട്ടിൽ നിന്നും കുച്ച് സമയം കുറച്ചു മുമ്പേ, കുച്ച് സമയ പകലെ കുറച്ചു മുമ്പേ, കുറച്ച് സമയം നേരത്തെ, പകലെ നേരത്തെ, നികൽ ആത്തേഥേ എന്ത് ചെയ്യുമായിരുന്നു, പുറപ്പെടുമായിരുന്നു. അപ്പൊ കുറച്ചു നേരത്തെ കുട്ടികൾ വീടുകളിൽ നിന്നും ഇറങ്ങുമായിരുന്നു. എന്തായിരുന്നു ഉദ്ദേശം, ഈ ബീർ ബഹൂട്ടികളെ കാണുക എന്നത്. അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ, കസ്ബെ സെ സഡെ ഇൻ ഖേത്തോं में ബീർ ബഹൂട്ടിയോं ഖോജ കർത്തേ ഥേ. കസ്ബെ സെ സഡെ, എന്താണ് ഈ കസ്ബെ, കസ്ബെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ജംഗ്ഷൻ കേട്ടോ. ആ ജംഗ്ഷന് അടുത്ത്, സഡേമാനെ നിയർ, അതിനടുത്തായിട്ട് ആണ് എന്ത് ഇത്രയും നേരം പറഞ്ഞ ഈ വയലുകൾ കേട്ടോ. അപ്പൊ അതിനടുത്തായിട്ടുള്ള ഖേത്തോമയിൻ, ഖേത്തോമ ഈ വയലുകളിൽ, കുറച്ചു മുമ്പ് പറഞ്ഞ വയലുകൾ, ആ വയലുകളിൽ ബീർ ബഹൂട്ടിയാം, ബീർ ബഹൂട്ടികളെ ഖോജ കർത്തേഥി അന്വേഷിക്കുമായിരുന്നു. അതായിരുന്നു കുട്ടികളുടെ ഒരു സ്വഭാവം. നോക്കൂ മക്കളെ, സുർക്ക്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയാം. ഇപ്പൊ സുർക്ക്, സുർക്ക് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറാണ് സുർക്ക് എന്ന് പറഞ്ഞാൽ, റെഡ് കളറ്. പിന്നെ മുലായം, മുലായം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അതുപോലെ ഗദ്ബദി ബീർ ബഹൂട്ടിയാം, നല്ല അതെല്ലാം, അതായത് ഗദ്ബ് നല്ല തിളക്കമുള്ള ബീർ ബഹൂട്ടികൾ. മക്കളെ ഇവിടെ ഈ ബീർ ബഹൂട്ടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വേർഡ്സുകളാണ് എന്ത്, സുർക്ക്, മുലായം, ഗദ്പതി, ബീർ ബഹൂട്ടിയാം. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ബീർ ബഹൂട്ടികൾക്ക് കൊടുക്കുകയാണ്. കാരണം ബീർ ബഹൂട്ടിയാണ് ഈ കഥയുടെ പേര് അല്ലെ. അപ്പൊ ഇത്രയും വിശേഷപ്പെട്ട ആ ബീർ ബഹൂട്ടികളെ അവരെന്ത് ചെയ്യുന്നു, അന്വേഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അടുത്ത സെന്റൻസ് നോക്കോ, ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. നോക്കൂ, ഉൻകെ ബസ്തെ, സോറി ആ സെന്റൻസ് ആദ്യം പറഞ്ഞിട്ട് പോകാം. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഈ ഇങ്ങനെയുള്ള ബീർ ബഹൂട്ടി, എങ്ങനെയുള്ള സൂർക്ക്, മുലായം, ഗദ്ബദി ബീർ ബഹൂട്ടിയെ കണ്ടാൽ എങ്ങനെ തോന്നുമായിരുന്നു, ധർത്തി പർ ചൽത്തി ഫിർത്തി, ധർത്തി ഭൂമിയിൽ ഇങ്ങനെ അനങ്ങി നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങനെ അനങ്ങി നടക്കുന്ന, ഖൂൻ കി, ഖൂൻ എന്താ മക്കളെ, ബ്ലഡ്, ആ രക്തത്തിന്റെ പ്യാരി പ്യാരി ബൂന്തേം, ചെറിയ രക്തത്തുള്ളികൾ ഇങ്ങനെ ഉരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പോലെ നമുക്ക് തോന്നും. എന്താണ്, ബീർ ബഹൂട്ടികൾ ഇങ്ങനെ ഭൂമിയിൽ, ധർത്തിയിൽ ചലിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നതെന്നാണ് കഹാനികാർ പറയുന്നത്. രക്തത്തുള്ളികൾ ഇങ്ങനെ ഉരുണ്ട് നടക്കുന്നത് പോലെ തോന്നും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് നോക്കോ, ഉൻകെ ബസ്തെ ഉൻകി പീഡ് പർ ലദേ ഹോത്തേ ഥേ. ഉൻകെ ബസ്തെ അവരുടെ ബാഗുകൾ, ബസ്തേമാനെ ബാഗുകൾ, കുറച്ചു മുമ്പ് പറഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. നിങ്ങൾ സ്കൂളിൽ പോകുന്ന നേരത്ത് എന്താ ചെയ്യുന്ന, ബാഗ് എടുത്ത് തോളിൽ, ഷോൾഡറിൽ ഇടുന്നു അല്ലേ, കന്തേമ്യം. അതുപോലെ കുട്ടികളുടെ ബാക്കില് ഷോൾഡറിൽ എന്തുണ്ട്, ബാഗ് ഉണ്ട്. ഈ ബാഗും വെച്ചാണ് അവരിയ്ക്കുന്നത്. ഉൻകെ ബസ്തെ അവരുടെ ബാഗ്സ്, ഉൻകി പീഡ് പർ അവരുടെ പീഡ് മുതുകത്ത് എന്ത് ചെയ്യുന്നു, ലതേ ഹോത്തേ ഥേ. ലതേ ഹോന ഹാങ് ചെയ്യുക, തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാം അല്ലെ, ബാഗ് ഇട്ടുകൊണ്ടാണ് കുട്ടികൾ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. കന്തോം പർ ടങ് ഹോത്തേ ഥേ, അതായത് ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നു. അപ്പൊ ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു, മുതുകത്ത് ഇട്ടിരിക്കുന്ന ബാഗ് ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്നു. അതും വെച്ചുകൊണ്ടാണ് കുട്ടികൾ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കൂ, വേ ഏക് ദൂസരെ കെ ബഹുത് നസ്ദീക് രഹ്കർ.
വേ ഏക് ദൂസരേക്ക്, വേ അവർ എന്ത് ചെയ്യുന്നു, ഏക് ദൂസരേക്ക് പരസ്പരം, രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യുന്നു, ബഹുത്ത് നസ്ദീഖ് വളരെ നസ്ദീഖ് അടുത്ത്, വളരെ അടുത്താണ് ഇരുന്നാണ് ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. രണ്ടുപേര് അടുത്തടുത്തിരിക്കാൻ നമുക്ക് കാണാം. ഒരടുത്തടുത്തിരുന്ന് ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നു. ബൽക്കി എന്നാൽ പറഞ്ഞാൽ എന്താണ്, കഹിന ചാഹി എടുത്തു പറയേണ്ടത് ഇതാണ്, എന്താണ്, ബിൽക്കുൽ സഡ്കർ ബീർബഹൂട്ടിയ ഖോജ്തേ, ബിൽക്കുൽ സഡ്കർ അതായത് എടുത്തു പറയേണ്ട കാര്യം എന്താണ്, ബിൽക്കുൽ സഡ്കർ വഴിമധ്യേ, ഈ വഴിമധ്യേ വൈദിവേ പോകുന്ന വഴിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അപ്പൊ വയലേ വരമ്പേ പോകുന്ന ആ വഴികളിലാണ് ഈ കുട്ടികൾ അവിടെ ഇരുന്ന് ഈ ബാഗും തൂക്കിയിരുന്ന് ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അടുത്ത സെന്റൻസ് നോക്കൂ മക്കളെ, ഉനേം ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ദ് ഭരി പൂരി സെമീൻ പർ ബൈഠ് ജായാ കർത്തേ थे. ഉനേം ദേഖ്നെ കെ ലിയെ, കിനേം ആരെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ബീർബഹൂട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, വേ അവർ കുട്ടികൾ, ബാരിഷ് കി ഗന്ധ് ഭരി മഴയുടെ ഗന്ധം നിറഞ്ഞ, പൂരി സെമീൻ, പൂരിമാനെ ബ്രൗൺ കളർ നല്ല തവിട്ട് കളർ, ആ തവിട്ട് കളറിലുള്ള മണ്ണ്, വെള്ളമൊക്കെ നനഞ്ഞു കിടക്കുന്ന വയലിലെ മണ്ണ് നിങ്ങൾക്കറിയാം, ആ തവിട്ട് കളറിലുള്ള മണ്ണ് സെമീൻ തറയിൽ എന്ത് ചെയ്യുന്നു, ബൈഡ് ജായ കർത്തേത്തെ മുട്ട കുത്തിയിട്ടാണെങ്കിൽ അവരെന്താണ് അവിടെ ടച്ച് ചെയ്ത് അവിടെ ഇരുന്ന് തന്നെയാണ് ഈ ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് സിറ്റുവേഷൻ എല്ലാം മനസ്സിലായി കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇനി ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിക്കൂ. उन्हें बीरबहूटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അടുത്ത സെന്റൻസ്, कस्बे से सड़े इन खेतों में बीरबहूटियां खोजा करते थे. नेक्स्ट सेंटेंस, सुर्ख मुलायम गदबदी बीरबहूटियां, धरती पर चलती फिरती खून की प्यारी प्यारी बूंदे. നല്ല വിശേഷണമാണ് കഹാനികർ തന്നിട്ടുള്ളത് കേട്ടോ. ഉരുണ്ട് നടക്കുന്ന രക്തത്തുള്ളികൾ എന്ന് ബീർബഹൂട്ടിലെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉൻകെ ബസ്തെ ഉൻകി പീഠ് पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सटकर बरबहोटियां खोजते थे. उन्हें देखने के लिए वे बारिश की गेंद भरी पूरी जमीन पर बैठ जाया करते थे. ഓക്കെ, അപ്പൊ ഏകദേശം സിറ്റുവേഷനൊക്കെ മനസ്സിലായി. ഇനി ആ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു 3 സെന്റൻസ് കൂടെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഒന്ന് ഫുള്ളാകും. നോക്കൂ, അവിടെ കൊട്ടേഷൻ ആണ്, ഒരു കുട്ടി പറയുന്നതാണ്. ബേല ദേഖോ इस बीरबहूटी का रंग तुम्हारे रिबन की जैसा लाल है, സാഹിൽ ने कहा. ബേല, അപ്പൊ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ വിളിക്കണം, ബേല എന്ന് വിളിക്കണം. അപ്പൊ ആ ഒരു കുട്ടിയുടെ പേര് ബേല എന്നാണ്. ദേഖോ നോക്കൂ, ഈസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം, തുമാരെ റിബൺ കി ജൈസാ ലാൽ ഹെ, നിന്റെ റിബണിന്റെ അതുപോലെ റെഡാണ്. സാഹിലിനെ കഹ, അപ്പൊ മറ്റേ കുട്ടി ആരാണ്, സാഹിൽ. അപ്പൊ സാഹിൽ ആ ബേലയോട് പറഞ്ഞു. നോക്കൂ, നിങ്ങൾക്കും അവിടെ കാണാം കേട്ടോ, ബേലയുടെ റിബൺ നല്ല ചുവപ്പ് കളറാണ് അല്ലേ. അപ്പൊ ബേലയോട് സാഹിൽ പറയുകയാണ്, ബേല നോക്കൂ, ഇവിടെ ഈ നാം കണ്ട ഈ ബീർബഹൂട്ടികളെല്ലാം നിന്റെ റിബൺ പോലെ റെഡ് കളറാണ് അല്ലേ എന്ന് പറയുകയാണ്. കുട്ടികൾ തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. അപ്പൊ ഉടനെ അടുത്ത നിർത്തിയില്ല, വീണ്ടും അവിടെ കൊട്ടേഷൻ കണ്ട, ഡബിൾ കൊട്ടേഷൻ അവിടെ തീർന്നിട്ടില്ല. അപ്പൊ അതായത് സെന്റൻസ് കംപ്ലീറ്റ് ആയില്ല. വീണ്ടും സാഹിൽ തന്നെ പറയുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നോക്കൂ, ആ സെന്റൻസ് നോക്കൂ മക്കളെ, ഒന്നുകൂടി പറയാം, ടീച്ചർ പറയാം. ബേല ദേഖോ ഈസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കി ജൈസാ ലാൽ ഹെ. ബേല, ഈ ബീർബഹൂട്ടിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുവപ്പ് കളറാണ്. അപ്പോ കുട്ടി പറഞ്ഞു, വീണ്ടും ആരാണ് പറഞ്ഞത്, സാഹിൽ. സാഹിൽ ബേലയോട് പറഞ്ഞു. എന്നിട്ട് സാഹിൽ നിർത്തിയിൽ അടുത്ത ഒരു ക്വസ്റ്റിനോട് സാഹിൽ പറയുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല,
ബേല നീ എന്തെങ്കിലും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ബേല എന്താണ് ചെയ്യുന്നത്? ബീർബഹുട്ടികളെ കുനിഞ്ഞിരുന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ എങ്കിലും അവൻ ചോദിച്ച ചോദ്യത്തിന് ബേല മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞു? ഹാം സുന, യെസ് ഐ ഹേർഡ്, യെസ് ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, പഹലി ഫസ്റ്റ്, ഖണ്ഡി ബെൽ ലഗ് ഗയി ഹേ, ഫസ്റ്റ് ബെല്ല് അടിച്ചിരിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് സ്കൂൾ അടുത്താണ്. അപ്പൊ സ്കൂളിലെ ബെല്ല് കുട്ടികൾക്ക് ഈ വയലിൽ ഇരുന്നാലും കേൾക്കാം കേട്ടോ. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ബെല്ല് അടിച്ച കാര്യം അറിയുന്നു. ആ ശബ്ദം അവർക്ക് അവിടെ ഇരുന്നപ്പോൾ കേൾക്കാം. അപ്പൊ ഞാനും കേട്ടു, ഫസ്റ്റ് ബെല്ല് റിങ് ചെയ്തിരിക്കുന്നു എന്ന് ബേല അതിന് നൂന്ന് നോക്കാതെ തന്നെ അവൾ മറുപടി പറയുകയാണ്. അപ്പൊ വീണ്ടും നോക്കൂ. ലേക്കിൻ മുझे പെയിൻ മേ സ്യാഹി ഫി ഫർവായി ഹേ ദൂക്കൻ സെ. അപ്പൊ ഉടനെ സാഹിൽ തനിക്കൊരു ആവശ്യം കൂടിയുണ്ട്, അതുകൂടി പറയുകയാണ്. എന്താണത്? ലേക്കിൻ ബട്ട്, എന്നാൽ, മുझे എനിക്ക്, പെയിൻ മേ, പെയിൻ മാനെ കലം, പേന കേട്ടോ മക്കളെ. പേനയിൽ എന്ത് ചെയ്യണം? സ്യാഹി ഇങ്ക്, മഷി നിറയ്ക്കണം. ഫർവാനീഹെ നിറയ്ക്കേണ്ടതുണ്ട്. എവിടെ നിന്ന് നിറയ്ക്കേണ്ടതുണ്ട്? ദൂക്കാൻസെ കടയിൽ നിന്ന്. അപ്പൊ പോകുന്ന വഴിക്ക് കുട്ടികൾ എന്ത് ചെയ്യും? അന്ന് തുച്ഛമായ പൈസ, പഴയ കാലത്തെ ഒരു കഥയാണ് അത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത ഭാഗം വരുമ്പോൾ മനസ്സിലാകും. അപ്പൊ ആ കാലത്ത് 5 or 10 പൈസയൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? പേനയും കൂടെ കൊണ്ട് കാണിക്കുമ്പോഴേക്കും ആ പൈസയ്ക്ക് വേണ്ടി പേനയിൽ മഷി നിറച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു മഷി നിറയ്ക്കുന്ന കാലഘട്ടത്തിലെ പേനയാണ് കുട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പേനയിൽ പോകുന്ന വഴിക്കാണ് ഈ കുട്ടികൾ മഷി വാങ്ങി നിറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാറ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഇനി മഷി കൂടി നിറയ്ക്കാനുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് പോകാം എന്നാണ് കുട്ടി പറയുന്നത്. അടുത്ത ബെല്ലിന് മുമ്പ് അവിടെ എത്തണം. ആ കാരണം ഇടയ്ക്ക് ഒരു അല്പം കാര്യം കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ മക്കളെ, ഇന്ന് നമുക്ക് അത് മതി. ഒന്നുകൂടി ആ സെൻസ് ടീച്ചർ പറയാൻ നോക്കോളൂ. ബേല देखो इस बेबहूटी का रंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. तुमने कुछ सुना बेला? हाँ सुना. पहली खंडी लग गई है, लेकिन मुझे पेन में स्याही भी भरवानी है दुकान से. ഓക്കെ മക്കളെ, അപ്പൊ നന്നായിട്ട് ഒരു ബോറടിയും കൂടാതെ വീട്ടിലിരുന്ന് ഇത്രയും ഭാഗം വായിച്ച് മിടുക്കരായിട്ട്, അർത്ഥം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മീനിങ്സും കിട്ടും. പഠിച്ച് മിടുക്കരായിട്ട് വായിച്ച് 3 times നിങ്ങൾ വായിക്കണം. വായിച്ച് മിടുക്കരായിട്ടിരിക്കുമ്പോൾ ടീച്ചർ അടുത്ത വീഡിയോയുമായിട്ട് എത്തുന്നതാണ്, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ ബെച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ബെല്ലൈക്കൺ ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബെച്ചോ, ധന്യവാദ്.